തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്നും കാണാതായ അസം ബാലികയെ കേരള പോലീസിന് കൈമാറി. വിശാഖപട്ടണം CWC ആണ് കുട്ടിയെ പോലീസിന് കൈമാറിയത്. കുട്ടിയുമായി പോലീസ് കേരളത്തിലേക്ക് തിരിക്കും. വി വിനോദാണ് ചേരുന്നത്. വിനോദ്, എപ്പോഴാണ് അവിടെ നിന്നുള്ള യാത്ര ആരംഭിക്കുക? എപ്പോഴെത്തും നാളെ കേരളത്തിൽ? ഇൽദോ, കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘവും അതോടൊപ്പം തന്നെ CWC പ്രതിനിധികളുമാണ് വിശാഖപട്ടണത്ത് എത്തിയത്. വിശാഖപട്ടണത്തെ CWC പ്രതിനിധികൾ കുഞ്ഞിനെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിച്ചു. നാളെ തിരുവനന്തപുരത്ത് എത്തിക്കും. ആ നിലയ്ക്കാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസമൊക്കെ പെൺകുട്ടി വീട്ടുകാരുമായി സംസാരിച്ചിരുന്നു. 13-കാരി മാതാപിതാക്കളുമായി സംസാരിച്ചിരുന്നു. അമ്മ മർദ്ദിക്കുന്നതിലെ വിഷമം കൊണ്ടാണ് വീട് വിട്ടുപോയത്. അമ്മയോട് സംസാരിക്കാൻ തന്നെ താല്പര്യം കാണിച്ചില്ല എന്ന് വിശാഖപട്ടണത്തെ ഈ മലയാളി സമാജത്തിന്റെ പ്രവർത്തകർ നേരത്തെ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നതാണ്. കാരണം കുട്ടിക്ക് അത്രമാത്രം അമ്മ മർദ്ദിക്കുന്നതിൽ വിഷമമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതേസമയം പിതാവുമായി സംസാരിച്ചു. പിന്നീട് അധികൃതർ കുട്ടിക്ക് ഉറപ്പ് നൽകി, വീട്ടിലെത്തിയാലും ഇനി ആരും മർദ്ദിക്കില്ല എന്ന ഉറപ്പ് കുഞ്ഞിന് നൽകുകയായിരുന്നു. തുടർന്നാണ് വീട്ടിലേക്ക് വരാൻ കുട്ടി സമ്മതം അറിയിച്ചത്. അതേസമയം കുട്ടി നാട്ടിലെത്തിക്കഴിഞ്ഞാൽ തിരികെ അസമിലേക്ക് പോകാനാണ് ഇപ്പോൾ രക്ഷിതാക്കൾ തീരുമാനിച്ചിട്ടുള്ളത്. കുട്ടിയുടെ പിതാവ് അക്കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. വളരെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ അസമിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഈ കുടുംബം എത്തിയിട്ട്. അതിനുശേഷം പിതാവ് ഒരു സ്വകാര്യ സ്കൂളിൽ ജോലി തരപ്പെടുത്തി. ഈ 13-കാരിക്ക് അഡ്മിഷൻ വാങ്ങുകയും ചെയ്തു. സമീപത്ത് തന്നെ സ്കൂളിലാണ് അഡ്മിഷൻ വാങ്ങിയത്. എന്നാൽ ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കുടുംബം തിരികെ അസമിലേക്ക് പോകാനാണ് തീരുമാനിച്ചത്. പെൺകുട്ടിയും ഈ നിലയ്ക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് അസമിലേക്ക് പോകാനായിരുന്നു ശ്രമിച്ചിരുന്നത്. എന്തോ ഈ കേരളത്തിലെത്തിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് കുട്ടിയെ നേരിട്ട് വീട്ടുകാർക്ക് നൽകുക എന്നുള്ളത് പ്രായോഗികമല്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ CWCയുടെ സംരക്ഷണയിൽ തന്നെ തുടരുമോ കുട്ടി? മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിലെത്തിക്കുകയും മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി രേഖപ്പെടുത്താനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും ഏത് തരത്തിലാണ് തുടർ നടപടികൾ വേണ്ടതെന്ന് തീരുമാനിക്കുക. ഒരുപക്ഷെ ഈ മർദ്ദനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അത് കുട്ടി നൽകുകയും അതിന്റെ കാരണങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അക്കാര്യങ്ങൾ പരിശോധിക്കാൻ കോടതി നിർദ്ദേശിച്ചാൽ ഒരുപക്ഷെ CWCയുടെ സംരക്ഷണത്തിൽ തന്നെ കുറച്ചു ദിവസം കൂടി കുട്ടി തുടരും. അതിനുശേഷമായിരിക്കും